അബ്രഹാമിന്റെ താമസ സ്ഥലത്തെത്തിയപ്പോൾ അവൻ കാർ നിർത്തിയിറങ്ങി. ഒപ്പം നഥാനും. ഇവിടെയാണോ നീ താമസിക്കുന്നത്? ആ ബഹുനില കെട്ടിടത്തെ നോക്കി നഥാൻ ചോദിച്ചു. യെസ്, കമ്പനിയുടെ ക്വാർട്ടേഴ്സിലായിരുന്നു ഞാൻ ആദ്യം. പിന്നെ ഇങ്ങോട്ട് മാറി. ഒരുത്തനൂടെ ഉണ്ടായിരുന്നു, അവൻ നാട്ടിൽ പോയിരിക്കുക. അതെന്തായാലും നന്നായി. വാ. അക്കു നഥാന്റെ ബാഗ് എടുത്തു. റൂമിലെത്തി അക്കു ബാഗ് റൂമിൽ കൊണ്ടുവച്ചു. നീ ഒന്ന് ഫ്രഷ് ആക്, അപ്പോഴേക്കും ഞാൻ കഴിക്കാനുള്ള കാര്യങ്ങൾ സെറ്റാക്കട്ടെ. നഥാൻ കുളി കഴിഞ്ഞിറങ്ങി അക്കുവിനൊപ്പം ഫുഡ് കഴിക്കുവാനിരുന്നു. അവന്മാർ അവിടാണോ, ഏത്തൻ ഗാർഡനിൽ? അക്കു ചോദിച്ചു. പോയിട്ടില്ല. ലക്കിയൊക്കെ? ആൽവിനെ നിനക്കറിയാലോ? അക്കു ചോദിച്ചു. ലക്കി ഉണ്ടല്ലോ, അതാ ഒരു ആശ്വാസം. എല്ലാം അറിഞ്ഞ് എനിക്ക് വേഗം പോകണം അക്കു. നിന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ അച്ഛനാകാൻ പോവുക. കാതറിൻ പ്രഗ്നന്റ് ആണ്. എടാ ദുഷ്ടാ, ഇത്ര പെട്ടെന്നോ? അത് കേട്ട് നഥാൻ ചിരിച്ചു. അപ്പോ വേഗം പോകണം നിനക്ക്. നിന്റെ പേരൻസിന്റെ കലർ എവിടെയെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ അറിയാനുള്ള വഴിയും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ഈ ഭാഷ നമുക്ക് മനസ്സിലാകില്ലല്ലോ. അത് പേടിക്കണ്ട, അതിന് ഞാൻ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ഞാനല്ല, വിസ്ഡം ചാരിറ്റി കണ്ടെത്തിയെന്ന് പറയുന്നതാകും ശരി. കേറ. കേറ? അതാരാ? കേറ നിന്റെ ഒരു കസിനായി വരും. ഏതൻ ഫാമിലിയുമായി എന്തൊക്കെയോ അകന്ന ബന്ധമുണ്ടവൾക്ക്. അവൾക്ക് മലയാളവും അറിയാം. അവളുടെ ഫാമിലിയിലെ സർവൻസ് ആരോ മലയാളിയായിരുന്നു, അതല്ലേ? നഥാൻ അത് മുഴുവനാക്കി. യെസ്. നിനക്കെങ്ങനെ അറിയാം? സ്വാഭാവികം. അങ്ങ് ചന്ദ്രനിൽ വരെ ചായക്കട ഇടുന്നവരാണല്ലോ നമ്മൾ മലയാളികളെക്കുറിച്ചുള്ള പൊതുവെയുള്ള സംസാരം. അത് ശരിയാണ്. അപ്പോ കേറ നമ്മളെ പരിഭാഷയുടെ കാര്യത്തിൽ സഹായിക്കും, എബ്രഹാം പറഞ്ഞു. അത് കഴിഞ്ഞ് നിനക്ക് പോകാം. കൂടിപ്പോയാൽ 1 വീക്ക്. ഓക്കെ, എന്നാൽ നീ ചെന്ന് റെസ്റ്റ് ചെയ്യേ. നാളെ നമുക്കിറങ്ങാം. ഓക്കെടാ. റൂമിലെത്തി ലക്കിയെ കോൾ ചെയ്തു. ഹലോ ലക്കി, ഞാനിവിടെ എത്തി. അക്കുവിന്റെ കൂടെയാ. ക്യാദറിനോ? ആണോ? എന്നാൽ റെസ്റ്റ് എടുക്കട്ടെ. ബൈ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. കോൾ ചെയ്ത് കഴിഞ്ഞ് നഥാൻ ഉറങ്ങുവാൻ കിടന്നു. എലീന പുതച്ചു മൂടി പ്രാർത്ഥനയിലായിരുന്നു. അന്നേരമാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ജോഷുവ. എലീന, എത്രയും വേഗം തന്നെ ഏത്തനെ കണ്ടെത്തണം. പ്രാർത്ഥനയും മുടങ്ങി. ഏത്തന്റെ രക്തവും ബലി കൊടുക്കാതെ ഇനി നമുക്ക് നിലനിൽപ്പില്ല. പ്രത്യാഘാതങ്ങൾ ഇരുണ്ട ഭൂമിയിൽ കണ്ടു തുടങ്ങി. ഇന്നലെ രാത്രി കാറ്റാഞ്ഞു വീശി. വീടുകൾ തകർന്നു. പരിഭാവനമായ നമ്മുടെ ആരാധനാലയത്തിന് കേടുപാടുകൾ പറ്റി. ഈ മണ്ണിൽ എന്തോ അനിഷ്ടം സംഭവിക്കുവാൻ പോകുന്നു. ജോഷ, താങ്കൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ കേട്ടില്ലേ? ഞാൻ പറയുന്നതൊന്നും നീ കേട്ടില്ലേ? ഇന്നലെ മുതൽ എന്തോ സംഭവിക്കുന്നു. എന്റെ മനസ്സിൽ ഭയം നിറയുന്നു. എന്റെ പ്രാർത്ഥന ഇന്നലെ മുടങ്ങി. ഏത്തനെ കണ്ടെത്തണം, ബലി കൊടുക്കണം, ഉടൻ തന്നെ. അതിനെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ ജോഷുവ. പോരാ, ഈ അന്വേഷണം പോരാ. കണ്ടെത്തേണ്ടത് അവളെയാണ്, അവളെ. ആരെ? കേറ്റിനെ കണ്ടെത്തണം. വിസ്ഡം ചാരിറ്റിയുടെ മാനേജറിനെ, മൈക്കിളിന്റെ മകളെ, ഏത്തന്റെ കാവൽക്കാരിയെ. അവൾ ചാരിറ്റി പ്രവർത്തനമായി യാത്രയിലാണ്. അവളെ കണ്ടെത്തിയാൽ ഏത്തനെ കണ്ടെത്താം വേഗം. അവളുടെ ഫോട്ടോ വല്ലതും? അവളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരാളെ ഞാൻ കൊൽക്കത്തയിലേക്ക് വിട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അവളെക്കുറിച്ച് അറിയുവാൻ കഴിഞ്ഞേക്കും. അതറിഞ്ഞാൽ ഞാൻ വരും ഏത്തൻ ഗാർഡനിലേക്ക്. ഏത്തന്റെ രക്തം വീഴേണ്ടത് ആ മണ്ണിലാണ്, എസ്തേറിന്റെ രക്തം വീണ മണ്ണിൽ. ശരി ജോഷുവ, ഏത്തന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കാൻ ഞാൻ നിർദ്ദേശം നൽകാം. ആദ്യം എങ്ങോട്ടാ പോകേണ്ടത് നഥാ? കാറിൽ കയറി അക്കു നഥാനെ നോക്കി. എന്റെ പപ്പയും അമ്മയും കാണണം. ഞാൻ വന്നത് അവരെ അറിയിക്കണം. അവിടേക്ക് പോകാം അക്കു. അക്കു കാർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങോട്ടേക്ക് പോകുക ഇത്തിരി റിസ്ക് ആയിരുന്നു. പിന്നെ നിന്റെ ആ അഡ്വക്കേറ്റിന്റെ സഹായമാണ് ഇതിലെല്ലാം എന്നെ എത്തിച്ചത്. എന്റെ അന്വേഷണത്തിൽ നിന്റെ ഫാമിലി ചില്ലറ ഫാമിലി അല്ല മോനെ. അതുപോലെ നിന്റെ വിസ്ഡം ചാരിറ്റി. നമ്മൾ എന്ത് പറഞ്ഞാ അവിടേക്ക് ചെല്ലുക? നഥാൻ ചോദിച്ചു. ഞാൻ ആ കേറയ്ക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അവൾ വരും അവിടെ. അവളുണ്ടെങ്കിൽ എവിടെയും പോകാം നമുക്ക്. പക്ഷേ കേറയെ നമ്മുടെ ഒപ്പം ഏതെങ്കിലും സാത്താന്റെ സന്തതികൾ കണ്ടാൽ അവനെന്നെ തിരിച്ചറിയുമോ എന്നൊരു ഭയമുണ്ടെനിക്ക്. അതിന് നീ ഏത്തൻ അല്ലല്ലോ ഇവിടെ. ഏത്തൻ ഗാർഡനിൽ തന്നെ സാത്താന്റെ സന്തതികൾ ഉണ്ടായിട്ട് നിന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ നഥ. പക്ഷേ അങ്ങനെയല്ലല്ലോ. കേറ ഏത്തൻ ഫാമിലിയിലെ അല്ലേ? അതോർത്ത് പേടിക്കണ്ട. കാരണം ഏത്തൻ ഫാമിലിയിലെ പുരുഷ പ്രജകളെ പോലെ സ്ത്രീ ജനങ്ങളെ ആരും ശ്രദ്ധിക്കാറില്ല. മാത്രവുമല്ല, അവർ ഏത്തൻ എന്ന ഫാമിലിനെയും കൂടെ വെക്കാറുമില്ല. സോ ആ പ്രോബ്ലം സോൾവ് ആയില്ലേ? യെസ്. എനിക്കെന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ? വേണ്ട നഥ, അത് റിസ്ക് ആണ്.
പുറമേ നിന്ന് കാണാം, അത്രേ പറ്റൂ. പക്ഷേ എനിക്ക് ഇരുണ്ട ഭൂമിയിൽ പോകണം, ഉറച്ച ശബ്ദത്തോടെ നഥാൻ പറഞ്ഞു. എൻ്റെ പപ്പയും അമ്മയും കൊന്ന് എന്നെ അനാഥരാക്കിയവരല്ലേ ആ മണ്ണിലുള്ളവർ. എനിക്കവിടെ പോകണം. അവരന്വേഷിക്കുന്ന ഞാൻ ആ മണ്ണിൽ കാലുകുത്തും. നഥ, അപകടമാണത്. എന്തപകടമാക്കൂ? എനിക്കവിടെ പോകണം. ഇരുണ്ട ഭൂമിയിൽ കാലുകുത്തുന്ന ആദ്യത്തെ ഏഥൻ, ഇമ്മാനുവൽ ഏഥന് കഴിയാഞ്ഞത് എനിക്ക് നേടാനല്ല. ആ മണ്ണ് എനിക്ക് നഷ്ടപ്പെടുത്തിയതൊന്നും എനിക്ക് തിരിച്ചൊരിക്കലും സ്വന്തമാക്കാൻ കഴിയാത്തതാണ്. ആ മണ്ണിൽ പോയി അവർക്ക് മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും നഷ്ടം വരുത്താതെ നഥാൻ ഈ ഇസ്രായേൽ വിട്ടു പോകില്ല. ഉറപ്പിച്ചോ നീ? ഉറപ്പിച്ചു. അനാഥത്വം വലിയ വേദനയാക്കൂ. അത് അനുഭവിക്കുന്നവർക്കേ അറിയൂ. അതുകൊണ്ട് ഒരുത്തനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കെൻ്റെ ക്യാദറിനൊപ്പം, ഞങ്ങളുടെ കുഞ്ഞിനൊപ്പം എനിക്ക് ദൂരെ നിന്ന് കാണേണ്ടി വരുന്ന ആ ഏഥൻ കുടുംബത്തിൽ നഥാൻ ഡാനിയൽ ഏഥനായി തന്നെ ജീവിക്കണം. അതിനെന്റെ രക്തം കൊതിച്ചു വരുന്നവരെ ഇല്ലാതെയാക്കണം. എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എളുപ്പമല്ല. പക്ഷേ സാത്താന് മേലെ നന്മയുടെ വിജയം എന്തായാലും ഉണ്ടാകും. അന്തിമ വിജയം നഥാന് തന്നെയായിരിക്കും. നഥാൻ ദൂരേക്ക് നോക്കിയിരുന്നു. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം തിരക്ക് അധികമില്ലാത്ത ഒരു റോഡിലേക്ക് അക്കു കാർ തിരിച്ചു. ഇവിടെയാണ് VVIPകളുടെ ശ്മശാനം, അക്കു പറഞ്ഞു. ദാ ആ നിൽക്കുന്ന കക്ഷിയാണ് കേറ. ദൂരെ നിൽക്കുന്ന പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് അക്കു പറഞ്ഞു. അവർ പാർക്കിങ്ങിൽ കാർ നിർത്തിയിറങ്ങി. പിന്നാലെ നഥാനും. ഹലോ അബ്രഹാം. കേറ അക്കുവിന് കൈ കൊടുത്തു. കേറ, ഇതാണ് നഥാൻ. അക്കു പറഞ്ഞപ്പോൾ കേറ നഥാനെ നോക്കി. ഏഥൻ? അവൾ അത്ഭുതത്തോടെ നഥാനെ നോക്കി. അവൾ അവനെ നോക്കി തല താഴ്ത്തി കൈ നെഞ്ചിൽ വെച്ച് വന്നിച്ചു. മേലേക്ക്, മേലേക്ക്, അവൾ ഉച്ചരിച്ചു. കേറ അകത്ത് കയറാൻ അക്കു ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അബ്രഹാം, ഇവിടുത്തെ ദസ്മാൻ, അതായത് സമയം അവസാനിക്കാറായി. അതുകൊണ്ട് ആരും ഉണ്ടാകില്ല അകത്ത്. വരൂ, പോകാം. പോകാം, അക്കു പറഞ്ഞു. പക്ഷേ കേറ അനങ്ങാതെ നിന്നു. എന്താ കേറ? അക്കു അവളെ നോക്കി. ഞങ്ങളുടെ രാജാവിന് മുന്നിൽ നടക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ഞങ്ങൾ ഇദ്ദേഹത്തിന് കാവോത് നൽകണം. കാവോത്? നഥാൻ ചോദിച്ചു. ഓണർ, ബഹുമാനം, കേറ പറഞ്ഞു. പ്ലീസ് കേറ, എനിക്ക് ഈ ബഹുമാനമൊന്നും വേണ്ട. എന്നെ അകത്തേക്ക് കൊണ്ടുപോയാൽ മതി. ഓക്കെ. അവൾ നടന്നു. പിന്നാലെ നഥാനും അബ്രഹാമും. അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് നഥാൻ പൂക്കൾ വാങ്ങി. സെക്യൂരിറ്റിയോട് എന്തോ സംസാരിച്ച് കേറ നഥാനെ നോക്കി. പോകാം. അവൾ അകത്തേക്ക് ചെന്നു. പിന്നാലെ നഥാനും അബ്രഹാമും. പരന്നു കിടക്കുന്ന കല്ലറകൾക്കിടയിലൂടെ അവർ നടന്നു. അവൾ ഒരിടത്ത് നിന്ന് ചൂണ്ടിക്കാണിച്ചു. അതാണ്. നഥാൻ അവിടേക്ക് നടന്ന് കല്ലറയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു. പൂക്കൾ കല്ലറയിൽ വെച്ചു. 2 കൈകളും കല്ലറയിൽ വെച്ച് കണ്ണുകൾ അടച്ചു. പപ്പ, ഞാൻ വന്നു. നഥാൻ വന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നെ കാത്തിരിക്കുകയായിരുന്നില്ലേ ഇത്രയും കാലം? അവസാനം എന്റെ മണ്ണിൽ ഞാൻ കാലുകുത്തി. എന്റെ പപ്പയെയും അമ്മയും കണ്ടു. എനിക്ക് വേണ്ടി കൊടുത്തതല്ലേ നിങ്ങളുടെ ജീവൻ. ഇനി അങ്ങോട്ടും എന്റെ കൂടെ നിങ്ങൾ വേണം. നഥാനെ നോക്കി അക്കുവും കേറയും നിന്നു. മേലേക്കിന്റെ ആവിന്റെ കണ്ണുകളാണ് അദ്ദേഹത്തിന്. ആവ്? അച്ഛൻ. മേലേക്കിന്റെ അച്ഛന്റെ കണ്ണുകളാണ് മേലേക്കിന് കിട്ടിയിരിക്കുന്നത്. നീ കണ്ടിട്ടുണ്ടോ നഥാന്റെ അച്ഛനെ? ഫോട്ടോയിൽ, എൻ്റെ ബെയ്ത്തിൽ, വീട്ടിലുണ്ട്. കേറ, നഥാനെ കൂട്ടി ആ പള്ളിയിൽ പോകണ്ടേ? വേണം അബ്രഹാം, നാളെ ആകട്ടെ. ജന്മരഹസ്യം അറിയാൻ വന്നതല്ലേ, അറിയട്ടെ. അവൾ വാച്ചിൽ നോക്കി. അബ്രഹാം, സമയം കഴിയാറായിരിക്കുന്നു. അവൻ നഥാൻ അടുത്തേക്ക് ചെന്നു. നഥ, സമയം കഴിയുന്നു, നമുക്ക് പോകണം. നഥാൻ എഴുന്നേറ്റ് കുറച്ചു നേരം കൂടി ആ കല്ലറയിലേക്ക് നോക്കി നിന്നു. പോകാമക്കൂ. നഥാൻ തിരിഞ്ഞു നടന്നു. മാഡം, ഒരു സ്ത്രീ ഒരു ഗ്ലാസ് പാലും ഭക്ഷണവുമായി അവിടേക്ക് വന്നു. ഇതെന്താ? അവൾ ആംഗ്യം കാണിച്ചു. ലക്ഷ്മൺ സാർ പറഞ്ഞു മാഡത്തിന്റെ ഭക്ഷണക്കാര്യമെല്ലാം നോക്കാൻ. അവൾ മേശയിലേക്ക് ചൂണ്ടിക്കാട്ടി. അവൾ അത് അവിടെ വെച്ച് പിന്തിരിഞ്ഞു നടന്നു. വാതിൽക്കിലെത്തി അവർ കാതറിനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. കാതറിൻ തന്റെ വിരലിൽ മുറുകെ പിടിച്ചു. അവർ കാതറിനെ ഒന്നു നോക്കി അവിടെ നിന്ന് പോയി. സാത്താന്റെ സന്തതി, കാതറിൻ മനസ്സിൽ പറഞ്ഞു.
കാതറിൻ. ലക്കി അവിടേക്ക് വന്നു. നീ ഇതൊന്നും കഴിച്ചില്ലേ? അവൻ ചോദിച്ചു. കാതറിൻ മോതിരമൂരി അവനെ നോക്കി. ഡോർ അടയ്ക്ക് ലക്കി. ലക്കി ഡോർ അടച്ച് ലോക്ക് ചെയ്തു. എന്താ? ഈ ഫുഡ് എനിക്ക് വേണ്ട. ഇത് കൊണ്ടുവന്ന് തന്ന സ്ത്രീ സാത്താനെ സേവിക്കുന്നവളാണ്. നിനക്കെങ്ങനെ അറിയാം? ലക്കി അവളെ നോക്കി. സാത്താന്റെ സന്തതികൾ എന്റെ മുൻപിലെത്തിയാൽ ഈ മോതിരം ചൂടുപിടിക്കും. അങ്ങനെയെങ്കിൽ എലീനെ കണ്ടപ്പോൾ? എലീനെ മാത്രമല്ല, ജോബിൻ പറഞ്ഞ പോലെ ഇവിടെ ഒട്ടുമിക്കവരും സാത്താനെ സേവിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ അവരെയെല്ലാം നീ കൊല്ലുവോ? ഇല്ല ലക്കി, ഞാൻ പറഞ്ഞില്ലേ, ജോഷ, അവനാണ് ഇതിന്റെ എല്ലാം തലവൻ. അവനില്ലാതെ ആയാൽ ഇരുണ്ട ഭൂമി ഇല്ലാതെയാകും. അതോടെ സാത്താൻ സേവ നിലയ്ക്കും. ഏതൊരു യുദ്ധത്തിലും രാജാവ് വീഴുന്നവരെ സൈന്യത്തിന് ശക്തി ഉണ്ടാകും. ജോഷായെ കൊന്നാൽ എല്ലാം കഴിഞ്ഞു. ഇനിയൊരു തലവനില്ലാതെ ഇവരെങ്ങനെ നിലനിൽക്കും? പക്ഷെ നീ പ്രഗ്നന്റ് ആണ് കാതറിൻ, ലക്കി പറഞ്ഞു. അറിയാം ലക്കി, പക്ഷേ അവനെ എനിക്ക് കൊല്ലണം. എന്നാലേ സമാധാനത്തോടെ എന്റെ നഥാന് ജീവിക്കുവാൻ കഴിയൂ. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ സമയമുണ്ട്. ഇനിയിപ്പോൾ ഈ സ്ത്രീയെ മാറ്റി ആരെ കിട്ടും? ഞാൻ ആ ജോബിനോടൊന്ന് അന്വേഷിക്കട്ടെ. അവനാണേൽ ഇതൊക്കെ നോക്കിക്കണ്ട് ചെയ്യും. ശരി, കാതറിൻ പറഞ്ഞു. ലക്കി, ആൽവിൻ എവിടെ? അവനാ എലീനയുടെ അടുത്തെങ്ങാനും കാണും. അത് നല്ലതല്ല ലക്കി, അവന്റെ പോക്ക് ശരിയല്ല. അതെന്താ? ഞാൻ അന്ന് നീ ആ ബുക്കിന്റെ കവർ ലാബിൽ കൊടുത്തതിന്റെ റിപ്പോർട്ട് എടുത്തു വെക്കാൻ എന്റെ കയ്യിൽ തന്നില്ലേ? അത് ഞാൻ നിങ്ങളുടെ റൂമിലെ ഷെൽഫിൽ വെക്കാൻ പോയപ്പോൾ ഷെൽഫിൽ ഞാനൊരു കാര്യം കണ്ടു. എന്താ? ലക്കി ചോദിച്ചു. സാത്താന്റെ വേദമെഴുതിയ മാല, കാതറിൻ പറഞ്ഞു. സാത്താന്റെ വേദമെഴുതിയ മാലയോ? എങ്ങനെ? ആൽവിൻ്റെതാണത്. ആൽവിൻ്റെയോ? അതെ, അവൻ എൻ്റെ അടുത്ത് വരുമ്പോഴെല്ലാം എൻ്റെ മോതിരം ചൂട് പിടിക്കുന്നുണ്ട് ലക്കി. എനിക്ക് വിശ്വസിക്കുവാൻ പറ്റുന്നില്ല കാതറിൻ. ലക്കി ജനലിന്റെ അടുത്ത് പോയി നിന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ നഥാന്റെ ജീവൻ ആര് ഭീഷണിയാകുന്നോ അവനെ ഞാൻ ഇല്ലാതെയാക്കും. എന്റെ കർത്തവ്യം അതാണ്. കാതറിൻ. ഇല്ല ലക്കി, അതിലെനിക്ക് ആൽവിൻ എന്നോ ലക്കി എന്നോ ഇല്ല. ഞാൻ അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കാം. അതുവരെ നീ അവനെ ഒന്നും ചെയ്യരുത്. ഇല്ല. എങ്കിൽ നീ റെസ്റ്റ് എടുക്ക്. ഞാൻ നിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള ആളെ അന്വേഷിക്കാം. ഒപ്പം ആൽവിന്റെ കാര്യം കൂടി നോക്കാം. ലക്കി ഡോറ് തുറക്കുമ്പോഴാണ് ആൽവിൻ വന്നത്. എന്താടാ? ലക്കി ചോദിച്ചു. കാതറിന് പനി മാറിയോ എന്നറിയാൻ. മാറി, ലക്കി പറഞ്ഞു. അല്ല, നീ എന്താ ഇവിടെ? ആൽവിൻ സംശയത്തോടെ ലക്കിയെ നോക്കി. ഞാൻ കാതറിനോട് സംസാരിക്കുമായിരുന്നു. ഡോർ ലോക്ക് ചെയ്തിട്ട് സംസാരിക്കാൻ എന്താ ഉള്ളത്? അങ്ങനെ സംസാരിക്കാൻ ഉള്ളതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു. എന്തേ? ലക്കി അവനെ നോക്കി. നല്ലതല്ല അളിയ. ആൽവിൻ ലക്കിയെയും കാതറിനെയും നോക്കി അവിടെ നിന്നും പോയി. പിറ്റേന്ന്. നഥ, നമ്മളിപ്പോൾ പോകുന്നത് നിന്റെ വിശുദ്ധ രക്തത്തിന് പിന്നിലെ കഥ അറിയാനാണ്. അതൊരു ചർച്ചാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ചർച്ച്. നഥാനും അക്കുവും പാർക്കിങ്ങിലേക്ക് പോകുമ്പോൾ കേറ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ നഥാനെ വന്ദിച്ചു. പോകാം കേറ, അക്കു പറഞ്ഞു. യെസ്, ഞാൻ ഡ്രൈവ് ചെയ്യാം അബ്രഹാം. കേറ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. കുറെ ദൂരം ഉണ്ടോ കേറ? നഥാൻ ചോദിച്ചു. 1 മണിക്കൂർ യാത്രയുണ്ട്. അവൾ കാർ സ്റ്റാർട്ട് ചെയ്തു. മലയിടുക്കുകൾക്കിടയിലൂടെയുള്ള യാത്രയായിരുന്നു അത്. നഥാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. ദൂരെ ദൂരെ പരന്നു കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു മലകൾ. വഴിയിൽ അധികം വാഹനങ്ങളില്ല. പോകും തോറും നഥാന് തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. ഈ വഴിയിൽ അധികം വാഹനങ്ങൾ പോകാറില്ലേ? അക്കു ചോദിച്ചു. ഇല്ല, ഈ റോഡ് അത്രയും പ്രൈവറ്റ് റോഡാണ് അബ്രഹാം. ഇനി കുറച്ചു മുന്നോട്ട് പോയാൽ ചെക്കിംഗ് ഉണ്ടാകും, അവൾ പറഞ്ഞു. ചെക്കിങ്ങോ? എന്തിന്? നഥാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ മേലേക്ക്, ഇതൊരു പ്രൈവറ്റ് റോഡാണ്. പുറത്തുള്ളവർക്ക് ഇവിടേക്ക് വരാൻ ഒന്നെങ്കിൽ ബന്ധപ്പെട്ടവരുമായി അനുവാദം വാങ്ങണം, അല്ലെങ്കിൽ വരണമെങ്കിൽ അവർ ഏഥൻ ഫാമിലിയിലുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ കടക്കാനാകും? അക്കു ചോദിച്ചു. ഞാൻ ഏഥൻ ഫാമിലിയിലുള്ളതല്ലേ അബ്രഹാം, സോ എൻ്റെ ഒപ്പം വരുന്നവർക്ക് കടക്കാം. കേറ പറഞ്ഞ പോലെ കുറച്ചു മുന്നോട്ട് പോയപ്പോൾ കുറച്ച് പോലീസ് അവരുടെ കാറിനെ തടഞ്ഞു. അവൾ ഒരു കാർ എടുത്ത് കാണിച്ചപ്പോൾ അവർ ഒരുമിച്ച് അറ്റൻഷനിൽ നിന്നത് നഥാൻ ശ്രദ്ധിച്ചു. ഈ അറ്റൻഷൻ ഏഥൻ ഫാമിലിക്കുള്ളതാ. കൂടെയുള്ളത് മേലേക്കാണെന്നറിഞ്ഞാൽ പിന്നെ യാത്ര ഈ കാറിൽ അനുവദിക്കില്ല അവർ.
അവരുടെ ഒഫീഷ്യൽ വാഹനത്തിൽ മാത്രമേ കൊണ്ടുപോകൂ. യാത്രയുടെ അവസാനം കാർ ഒരു പള്ളിക്ക് മുന്നിൽ ചെന്ന് നിന്നു. നിങ്ങളിവിടെ ഇറങ്ങൂ, ഞാൻ കാർ പാർക്ക് ചെയ്തു വരാം, കേറ പറഞ്ഞു. നഥാനും അക്കുവും അവിടെ ഇറങ്ങി. മുന്നിൽ കരിങ്കല്ലിനാൽ പടുത്തുയർത്തിയ പുരാതനമായ ഒരു പള്ളി. തന്റെ രഹസ്യത്തിന്റെ ചുരുളഴിയുവാൻ പോകുന്നു. നഥാൻ ചിന്തിച്ചു നിന്നു. അഴിയുവാൻ പോകുന്ന ചുരുൾ തന്നെ ഈ മണ്ണിൽ മുറുക്കിക്കെട്ടാൻ പോകുന്ന കയറാണെന്നറിയാതെ. ജോബിനും അവന്റെ അമ്മച്ചിയും ബംഗ്ലാവിലേക്ക് വന്നു. ആ ജോബിനോ, നീ എന്താ കാലത്ത് തന്നെ? ലക്കി ചോദിച്ചു. കാതറിൻ അവിടേക്ക് വന്നു. ലക്കി സാർ പറഞ്ഞില്ലേ മാഡത്തിന്റെ കാര്യം നോക്കാൻ ആള് വേണമെന്ന്, വേറെ ആരെയും ഏൽപ്പിക്കണ്ട എന്ന് തോന്നി. ഇതെന്റെ അമ്മച്ചിയാ, അമ്മച്ചി നിന്നോളൂ ഇവിടെ. ആണോ? ലക്കി പറഞ്ഞു. അമ്മച്ചിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല കുഞ്ഞേ, ഞാൻ നിന്നോളാം, അമ്മച്ചി പറഞ്ഞു. അങ്ങനെ എപ്പോഴും വേണമെന്നില്ല, ഇവളുടെ ഭക്ഷണകാര്യം നോക്കിയാൽ മതി. പിന്നെ ജാനറ്റിനെ പോലെ ഇവളും സംസാരിക്കില്ല, പിന്നെ പ്രഗ്നന്റ് കൂടിയല്ലേ. ഇവിടെ വേറെ സ്ത്രീകളൊന്നുമില്ലല്ലോ. ഞാൻ നോക്കിക്കോളാം കുഞ്ഞേ, അമ്മച്ചി പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങുക, വൈകിട്ട് അമ്മച്ചിയെ കൂട്ടാൻ വരാം, ജോബിൻ പറഞ്ഞു. ശരി, ലക്കി പറഞ്ഞു. അമ്മച്ചി അകത്തേക്ക് പോയപ്പോൾ ലക്കി കാതറിനെ നോക്കി. നമ്മുടെ മാമയെ വിളിച്ചായിരുന്നു എന്നെ. ഞാൻ പറഞ്ഞു നീ പ്രഗ്നന്റ് ആണെന്ന്. നഥാൻ ഇവിടെ ഇല്ല, റൂമിൽ പോയിരിക്കുമോ എന്ന്. മാമിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഈ അവസ്ഥയിൽ നിന്നെ കൊണ്ട് അവിടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ റോഡിന്റെ അവസ്ഥ അറിയാമല്ലോ. അത് പറഞ്ഞപ്പോൾ മാമി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നിന്റെ അടുത്ത് നഥാൻ വരുന്നവരെ ഒരാൾ വേണ്ടേ? ഇനിയിപ്പോ പ്രസവം കഴിഞ്ഞാൽ എപ്പോഴും ഒരാൾ വേണമല്ലോ. അവൾ മൂളി. എന്റെ അമ്മയോട് പറഞ്ഞാൽ വരും, പക്ഷേ അച്ഛനും അനീത്തിയും ഒക്കെ ഉണ്ട്, അവരുടെ കാര്യം കൂടി ആലോചിക്കണ്ടേ. അപ്പോഴാ മാമി വിളിച്ച്. മാമിയുണ്ടേൽ പേടിക്കണ്ട, പിന്നെ ഇപ്പോ ജോബിന്റെ അമ്മച്ചി കൂടെ ഉണ്ടല്ലോ. അവൾ എന്തോ ആംഗ്യം കാണിച്ചു. നഥാനെയോ? അവൻ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, എവിടെയോ പോവുക, വന്നിട്ട് വിളിക്കാമെന്ന്. അപ്പോൾ സംസാരിക്കാൻ നിനക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറയാം. മിസ് ചെയ്യുന്നുണ്ടല്ലേ? ലക്കി ചോദിച്ചു. കാതറിൻ പുഞ്ചിരിച്ചു. ഇങ്ങനെ അകത്ത് തന്നെ ഇരുന്നിട്ടാണ് ക്ഷീണം, ഇല്ലെങ്കിൽ ഗാർഡനിലൊക്കെ നടന്നോ, ദൂരേക്കെങ്ങും പോകരുത്. അവൾ ഇല്ലെന്ന് തലയാട്ടി. കാതറിൻ പുറത്തിറങ്ങി നടന്നു. ഗാർഡനിൽ ചെടികളെയും പൂക്കളെയും തലോടി കാതറിൻ ഗാർഡനിലെ ബെഞ്ചിലിരുന്നു. മിസ് യു നഥാൻ, കാതറിൻ വയറ്റിൽ കൈവച്ചു. അകത്തേക്ക് പോകാം, കേറ പറഞ്ഞു. അതിനു മുൻപ് അവൾ ഒരു കവർ നഥാന് നീട്ടി. മേലക്കിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ്. അവൻ കവറിൽ നിന്നും ആദ്യമെടുത്തത് ഒരു ഗണ്ണായിരുന്നു. ഇത് നിങ്ങളുടെ സ്വയരക്ഷയ്ക്ക് ഗവൺമെന്റ് തന്നതാണ്, ഒപ്പം താങ്കൾക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൂടിയുണ്ടതിൽ. നഥാൻ മൂളി. പോകാം, കേറ പറഞ്ഞു. നഥാനും മക്കുവും കേറയ്ക്കൊപ്പം ചർച്ചിനകത്തേക്ക് പോയി. വിശാലമായ ഹാളിലേക്കായിരുന്നു അവർ ചെന്നത്. അകത്തെങ്ങും കനത്ത നിശബ്ദത. മെഴുകുതിരികൾ മിന്നി നിൽക്കുന്നുണ്ടായിരുന്നു. കാറ്റിന് ഒരു പ്രത്യേക മണമുണ്ടായിരുന്നു. ഇവിടെ നിൽക്കൂ, ഞാനിപ്പോൾ വരാം. കേറ അകത്തേക്ക് നടന്നു. നഥാൻ ചുമരിലെ ചിത്രങ്ങൾ നോക്കി നടന്നു. ഇമ്മാനുവൽ ഏത്തൻ. നഥാൻ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ നിന്നു. അക്കു അവിടേക്ക് വന്നു. ഇതാണ് അക്കു, ഇമ്മാനുവൽ ഏത്തൻ. എനിക്ക് മുൻപേ വിശുദ്ധ രക്തത്തിൽ ജനിച്ച വ്യക്തി, ഏത്തൻ ഗാർഡന്റെ ശില്പി. ഹാൻസം, അക്കു പറഞ്ഞു. ചുമ്മാതല്ല നീ ഇത്ര ഗ്ലാമർ. നിന്റെ ഏതോ തലമുറയിലുള്ള കക്ഷി തന്നെ ഒരു രക്ഷയുമില്ല. അപ്പോ പിന്നെ നിന്നെ പറയണോ? കൂടെ ആരാ? എസ്തർ ആണോ? നോ, എസ്തർ അല്ല. എസ്തർ ഇതിനേക്കാൾ അതിസുന്ദരിയാണ്. ഐ തിങ്ക് ഇത് മിറയാകും. ഇമ്മാനുവൽ ഏത്തൻ പിന്നീട് വിവാഹം ചെയ്ത സ്ത്രീ. കൊള്ളാം, മിറയും സുന്ദരിയാണ്, അക്കു പറഞ്ഞു. ഇതൊക്കെ ആരാണാവോ? അക്കു വേറെ ഫോട്ടോസ് നോക്കി. അറിയില്ല. നഥാൻ ഓരോ ഫോട്ടോയും നോക്കി നടന്നു. അവസാനമുള്ള ഫോട്ടോയിലുള്ളവരെ നഥാൻ നോക്കി നിന്നു. ഇതാരാണാവോ? അക്കു നഥാന്റെ അടുത്ത് ചെന്ന് ഫോട്ടോയിലേക്ക് നോക്കി. പിന്നിൽ നിന്ന് ഒരു പുരുഷ ശബ്ദം കേട്ടപ്പോൾ അവർ തിരിഞ്ഞു നോക്കി. കേറയ്ക്കൊപ്പം ഒരാളുണ്ടായിരുന്നു. അയാൾ വീണ്ടും പറഞ്ഞത് ആവർത്തിച്ചു. മനസ്സിലാകാതെ നഥാനും മക്കുവും കയറയെ നോക്കി. താങ്കളുടെ മാതാപിതാക്കളാണ് ആ ഫോട്ടോയിൽ, ഡാനിയൽ ഏത്തനും റേച്ചലും. അത് കേട്ടപ്പോൾ നഥാൻ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. അതെ, അമ്മച്ചി പറഞ്ഞ പോലെ, കേറ പറഞ്ഞ പോലെ എന്റെ കണ്ണുകൾ തന്നെ അപ്പയ്ക്കും. നഥാൻ തന്റെ മാതാപിതാക്കളെ നോക്കി നിന്നു. നഥ, നമ്മൾ വന്നത് ഫോട്ടോ നോക്കി നിൽക്കാനല്ല, അക്കു പറഞ്ഞു. ഞാൻ എൻ്റെ പപ്പയും അമ്മയും ഒന്ന് കണ്ടോട്ടെ അക്കു. എൻ്റെ മനസ്സിൽ ഈ മുഖങ്ങളൊന്ന് പതിയട്ടെ.
കുറച്ചു കഴിഞ്ഞ് നഥാൻ അവരെ നോക്കി. കേറ, എനിക്കറിയേണ്ടത് വിശുദ്ധ രക്തത്തെക്കുറിച്ചാണ്. കേറ ഹീബ്രു ഭാഷയിൽ അത് പരിഭാഷപ്പെടുത്തി. അതിന് മറുപടി എന്നോണം അയാൾ എന്തോ പറഞ്ഞു. അദ്ദേഹത്തിനൊപ്പം ചെല്ലാൻ പറഞ്ഞു. അയാൾ മുന്നേ നടന്നു. പിന്നാലെ ഇവരും. ഇതാരാ? അക്കു കേറയോട് ചോദിച്ചു. നിക്കോള, ഈ സിനഗോഗിന്റെ ചുമതലക്കാരൻ, ഒപ്പം ഇവിടുത്തെ വൈദികരിൽ പ്രധാനി. അവർ ഒരു മുറിയിലേക്ക് ചെന്നു. ആ മുറിയുടെ ഭിത്തിയിൽ മുഴുവൻ ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. മുറിയുടെ ഒരു സൈഡ് തുണി കൊണ്ട് മറച്ചിരുന്നു. ഇരിക്കൂ, കേറ പറഞ്ഞു. നഥാനും അക്കുവും അവിടെ ഉണ്ടായിരുന്ന ഇരിപ്പിടത്തിലിരുന്നു. കേറ എന്തോ നിക്കോളയോടും നിക്കോള എന്തോ കേറയോടും സംസാരിച്ചു. എന്താ ഇദ്ദേഹം പറഞ്ഞത്? നഥാൻ ചോദിച്ചു. ആദ്യമായാണ് ഒരു ഏതൻ ഇത്തരം ചോദ്യം ഉന്നയിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ചോദ്യം ചെയ്തതല്ല, എനിക്കറിയണം. സമ്പർക്കമില്ലാത്ത രക്തം എന്നത് കള്ളമാണ്. അങ്ങനെയെങ്കിൽ ആരും വിശുദ്ധ രക്തത്തിൽ ജനിക്കില്ല. അല്ലെങ്കിൽ ജനിക്കുന്നവരെല്ലാം വിശുദ്ധനായിരിക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ രക്തമെന്ന് പറയുന്നതെന്ന് എനിക്ക് അറിയണം. കേറ നഥാൻ പറഞ്ഞത് നിക്കോളയ്ക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞുകൊടുത്തു. നിക്കോള നഥാനെ നോക്കി. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. വിശുദ്ധ രക്തം എന്നത് കള്ളമല്ല, പക്ഷേ സമ്പർക്കമില്ലാത്ത രക്തമെന്നത് കള്ളം തന്നെയാണ്. അങ്ങനെയൊരു കള്ളം പറയാൻ കാരണമുണ്ട്. വിശുദ്ധ രക്തത്തെ നിർണയിക്കുന്നത് രക്തമല്ല, സമ്പർക്കമില്ലാത്ത രക്തമെന്ന് പറയാൻ കാരണം എല്ലാവരുടെയും സുരക്ഷയെ കരുതിയാണ്. അല്ലെങ്കിൽ ഏതനിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും സാത്താന്റെ സന്തതികൾ തിരഞ്ഞുപിടിച്ചു കൊന്നുകളയും. അതുണ്ടാകാതിരിക്കാനാണ് അത്തരമൊരു കള്ളം പറയേണ്ടി വരുന്നത്. ശരി, എങ്കിൽ എങ്ങനെയാ നിങ്ങൾ വിശുദ്ധ രക്തം തെളിയിക്കുന്നത്? വരൂ, കേറ പറഞ്ഞു. അവർ നിക്കോളയ്ക്ക് പിന്നാലെ ചെന്നു. ആ റൂമിൽ തന്നെ തുണി കൊണ്ട് മറച്ചിടത്തേക്ക് അവർ പോയി. അവിടെ ഒരു മേശയുണ്ടായിരുന്നു. നഥാൻ അതിലേക്ക് നോക്കി. ഇത് പള്ളിയിലുണ്ടായിരുന്ന മേശ? നഥാൻ ഓർമ്മ വന്നു. നിക്കോള നഥാനെ നോക്കി എന്തോ പറഞ്ഞു. നഥാൻ കേറയെ നോക്കി. ഇത് മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്, ഏതൻ ഗാർഡനിൽ, നഥാൻ പറഞ്ഞു. നിക്കോള മേശമേൽ കൈവച്ച് എന്തൊക്കെയോ പറഞ്ഞു. ഇത് കണ്ടോ ഈ രേഖകൾ? ഇതാണ് ജന്മരഹസ്യ രേഖകൾ. ഇത് വെറും രേഖകളല്ല, ഇവയ്ക്ക് ചലിക്കുവാൻ കഴിയും, കേറ പറഞ്ഞു. ഏതനിൽ വന്നു കയറിയ ജൂത പെൺകുട്ടികളിൽ ആരെങ്കിലും ഗർഭിണിയാണെങ്കിൽ വിശുദ്ധ രക്തമാണോ എന്നറിയുന്നത് ഗർഭിണിയായ 5-ാം മാസത്തിലാണ്. ഈ രേഖകൾ ക്ലോക്കിൽ എങ്ങനെ 6 മണി സമയം അടയാളപ്പെടുത്തുന്നുവോ അതേപോലെ നേർരേഖയിൽ നിൽക്കും. പിന്നെ ആ കുഞ്ഞ് ജനിച്ച ശേഷമേ ഇത് ചലിക്കുകയുള്ളൂ. താങ്കളെ റേച്ചൽ ഗർഭിണിയായ 5-ാം മാസം ഇത് നേർരേഖയിൽ നിന്നു. അതിനു മുൻപ് ഈ രേഖകൾ നേരെ നിന്നത് ഇമ്മാനുവൽ ഏതനെ അദ്ദേഹത്തിന്റെ അമ്മ ഗർഭത്തിലിരിക്കുമ്പോഴായിരുന്നു. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാ? നഥാൻ ആ മേശയിലെ എഴുത്തുകളിലേക്ക് നോക്കി. ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തനക്, അതായത് നമ്മൾ യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളാണ്. ഇമ്മാനുവൽ ഏതന് മുൻപേയും ഇതൊരു വട്ടം നേർരേഖയിൽ വന്നിട്ടുണ്ട്. യാഹ്, അതായത് ദൈവപുത്രൻ ജനിച്ചപ്പോൾ. ഈ മേശയ്ക്കും ഈ രേഖകൾക്കും വചനങ്ങൾക്കും അത്രയും വർഷം പഴക്കമുണ്ട്. നിങ്ങളെ വിശുദ്ധനെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 26 വയസ്സിന് ശേഷം നിങ്ങളുടെ രക്തം കൊണ്ട് തന്നെ ഈ രേഖകൾ നനയണം. അതെ, അങ്ങനെ ഉണ്ടായി. ഏതൻ ഗാർഡനിലുള്ള മേശയിൽ ഞാൻ കൈവച്ചപ്പോൾ എന്റെ കയ്യിൽ നിന്ന് രക്തമൊഴുകി. പിന്നെ ഞാൻ നോക്കി നിൽക്കാതെ വറ്റിപ്പോയി. കേറ നഥാൻ പറഞ്ഞത് നിക്കോളയോട് പറഞ്ഞു. നിക്കോള മറുപടിയായി എന്തോ പറഞ്ഞു. എന്താ നിക്കോള പറഞ്ഞത്? നഥാൻ ചോദിച്ചു. രക്തം കൊണ്ട് ഈ രേഖകൾ നനയ്ക്കുന്നത് ഏതനിലെ നിയമങ്ങൾ അനുസരിക്കുമെന്ന് സത്യം ചെയ്തു കൊടുക്കുന്നതാണ്. കേറ പറഞ്ഞത് കേട്ട് നഥാൻ അക്കുവിനെ നോക്കി. ആ നിയമങ്ങളെല്ലാം ഇമ്മാനുവൽ ഏതൻ കത്തിച്ചു കളഞ്ഞില്ലേ? നഥാൻ ചോദിച്ചു. വെറും കടലാസുകളാണവ. നിയമങ്ങൾ ഒരിക്കലും മാറില്ല, അത് അനുസരിച്ചേ കഴിയൂ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഏതൻ തന്റെ മാതൃഭാഷയും നിയമങ്ങളും ആചാരങ്ങളും മന്ത്രങ്ങളും പഠിച്ചിരിക്കണം. അത് സ്വായത്തമാക്കാതെ ഈ മണ്ണ് വിടാൻ താങ്കൾക്ക് കഴിയില്ല. അതുമാത്രമല്ല, ഏതൻ ഒരു ജൂത പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും വേണം. കേറ പറഞ്ഞത് കേട്ട് നഥാൻ തിരികെ നടന്നു. നഥാ! അക്കു പിന്നാലെ ചെന്നു. മേലേക്ക്! കേറ പിന്നാലെ ചെന്നു. ഞാൻ ഈ നിയമങ്ങളൊന്നും അനുസരിക്കില്ല. നഥാൻ തിരിഞ്ഞ് ഉറക്കെ അവരെ നോക്കി പറഞ്ഞു. ഈ നിയമങ്ങൾ ഞാൻ അനുസരിക്കില്ല. മാതൃഭാഷ ഞാൻ പഠിക്കാം, ആചാരങ്ങൾ പഠിക്കാം. പക്ഷെ ഇവർ പറഞ്ഞില്ലേ ജൂത പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്ന്? അത് മാത്രം നടക്കില്ല. അവരെങ്ങനെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ നഥാൻ, നിർബന്ധിച്ചില്ലല്ലോ. അക്കു നോക്കി. നിർബന്ധിക്കും. ഇമ്മാനുവൽ ഏതൻ മിറയെ വിവാഹം ചെയ്തത് അങ്ങനെയാ, നഥാൻ പറഞ്ഞു. മേലേക്ക്,
നിങ്ങൾ നിങ്ങളുടെ രക്തം കൊണ്ട് ചെയ്ത സത്യം ദൈവനാമത്തിലല്ല, നിങ്ങളുടെ മാതാപിതാക്കളുടെ നാമത്തിലാണ്. അതനുസരിച്ചേ പറ്റൂ. എസ്തറിനെ ജീവനേക്കാൾ ഏറെ പ്രണയിച്ച ഇമ്മാനുവൽ ഏത്തൻ പോലും ഒരു ജൂത പെൺകുട്ടിയെ വിവാഹം ചെയ്തു. താങ്കൾ ഈ നിയമം അനുസരിച്ചേ പറ്റൂ. കേറ നഥാനെ നോക്കി. ഇല്ല കേറ, അക്കു, എനിക്ക് തിരിച്ചു പോണം. ഇല്ല, കേറ പറഞ്ഞു. താങ്കൾക്ക് തിരിച്ചു പോകാൻ പെട്ടെന്ന് കഴിയില്ല മേലേക്ക്. താങ്കൾ എന്ത് കരുതി ഏഥനിലെ നിയമങ്ങളെക്കുറിച്ച്? നിങ്ങൾ ഏത് ലോകത്ത് പോയാലും ഈ നിയമങ്ങൾ അനുസരിക്കേണ്ടി വരും. ഏഥനിലെ മറ്റുള്ളവരെ പോലെയല്ല. വിശുദ്ധ രക്തം എന്നത് നിങ്ങളെ സംബന്ധിച്ച് ദൈവതുല്യമാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ കടമയാണ് ഏഥനിലെ നിയമം പാലിക്കുക എന്നത്. താങ്കളുടെ വിവാഹ കാര്യമൊഴികെ ബാക്കി എല്ലാം താങ്കൾ തീർച്ചയായും അനുസരിച്ചേ പറ്റൂ. ഏഥനിലെ വിശുദ്ധ രക്തം മാതൃഭാഷ പഠിച്ചിരിക്കണം, നിയമങ്ങൾ അറിഞ്ഞിരിക്കണം, ആചാരങ്ങൾ അനുഷ്ഠിച്ചിരിക്കണം. അത് കഴിഞ്ഞ് മാത്രമേ ആരും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കൂ. അത് പഠിക്കാതെ താങ്കൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. വെല്ലുവിളിക്കുകയാണോ കേറ എന്നെ? ആരും ക്ഷണിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിന് മറുപടി പറഞ്ഞത് നിക്കോളയായിരുന്നു. അല്ല, ആരും ക്ഷണിച്ചല്ല താങ്കൾ വന്നത്. താങ്കളുടെ മനസ്സ് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ താങ്കളുടെ മാതാപിതാക്കളുടെ ശക്തിയാകാം മേലേക്ക്. പക്ഷേ താങ്കളോട് ആരും നിർബന്ധിക്കാതെയാണ് താങ്കൾ ജന്മരഹസ്യ രേഖയിൽ രക്തമൊഴുക്കിയത്. അത് സത്യം ചെയ്തതാണ്. ആരും ക്ഷണിക്കാതെ മനസ്സ് പറഞ്ഞാണ് താങ്കൾ ഇങ്ങോട്ട് വന്നത്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. വിശുദ്ധ ഏതന്റെ ജീവിതത്തിൽ ഇതൊന്നും ആരും പറഞ്ഞു ചെയ്യിക്കേണ്ടതല്ല, സ്വയം നടക്കുന്നതാണ്. ഈ മണ്ണിൽ നിന്ന് മാറി താങ്കൾക്ക് ജീവിതമില്ലെന്നോർക്കുക. ഈ മണ്ണിൽ നിന്ന് ഇന്ത്യയിൽ പോയ ഇമ്മാനുവൽ ഏതൻ തിരികെ വന്നില്ലേ? മേലേക്കിനേക്കാൾ ഏറെ നിയമങ്ങളെ എതിർത്ത, കാവൽ വേണ്ടെന്ന് വെച്ച് ഇരുണ്ട ഭൂമിയുടെ രാജകുമാരിയെ പ്രണയിച്ച ഇമ്മാനുവൽ ഏതൻ നിയമങ്ങളെല്ലാം അനുസരിക്കേണ്ടി വന്നു. ഇത് താങ്കളുടെയോ ഞങ്ങളുടെയോ കുഴപ്പമല്ല മേലേക്ക്. കാലം, വിധി, കടമ. ഓരോ ജന്മത്തിന് ഓരോന്ന് കർമ്മങ്ങളുണ്ട്. അത് തീർക്കാതെ അവർക്ക് കർമ്മഭൂമിയിൽ നിന്ന് പിൻവാങ്ങുവാൻ കഴിയില്ല ഏതൻ. കുറച്ച് മാസങ്ങൾ താങ്കൾ ഇവിടെ നിന്നേ തീരൂ. എനിക്ക് 2 കാര്യങ്ങൾ കൂടി അറിയണം, നഥാൻ പറഞ്ഞു. വിശുദ്ധ രക്തം ജനിക്കുന്നത് ഇരുണ്ട ഭൂമിയിലുള്ളവരെങ്ങനെയാണ് അറിയുന്നത്? ഞങ്ങൾ എങ്ങനെ അറിയുന്നു അങ്ങനെ തന്നെ. അതായത് ഇതുപോലെയൊരു രേഖ അവരുടെ അടുത്തുമുണ്ടെന്നാണോ? അക്കു ചോദിച്ചു. യെസ്, കേറ പറഞ്ഞു. എനിക്ക് കാവലായി ഒരാൾ വരുമെന്ന് വായിച്ചത് ശരിയാണോ? നഥാൻ ചോദിച്ചു. വരും, സമയമാകുമ്പോൾ അയാൾ താങ്കൾക്ക് മുൻപിൽ വരും, നിക്കോളോ പറഞ്ഞത് കേറ പരിഭാഷപ്പെടുത്തി. മേലക്, താങ്കൾ ഈ പള്ളിയിൽ തന്നെ നിൽക്കേണ്ടി വരും. എന്തിന്? നഥാൻ ചോദിച്ചു. എല്ലാം ഇവിടെയാണ് പഠിപ്പിക്കുക, കേറ പറഞ്ഞു. മേലക്കിന്റെ എല്ലാം ഇവിടെ എത്തിക്കാൻ ഞങ്ങൾ ഉടനെ. ഓക്കെ. നഥാൻ മറ്റു വഴികളില്ലാതെ സമ്മതം മൂളി. അക്കുവും കേറയും തിരികെ പോകുന്നത് നഥാൻ നോക്കി നിന്നു. എനിക്ക് തോന്നുന്നില്ല കേറ അവൻ എല്ലാ നിയമങ്ങളും പാലിക്കുമെന്ന്. തിരിച്ചു പോകുന്നതിനിടയിൽ അക്കു പറഞ്ഞു. അവൻ ആചാരങ്ങൾ പഠിച്ചേക്കാം, ഭാഷ പഠിച്ചേക്കാം, പക്ഷേ ഒരു ജൂത പെൺകുട്ടിയെ വിവാഹം ചെയ്യുക, ഇറ്റ്സ് ഇംപോസിബിൾ. അതെന്താ അബ്രഹാം? ബിക്കോസ് അവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. മാത്രമല്ല അവൾ പ്രഗ്നന്റ് കൂടിയാണ്. ഇമ്മാനുവൽ ഏത്തൻ ഇങ്ങനെയായിരുന്നു. എസ്തറിനെ പ്രണയിച്ചു, കൂടാതെ എസ്തർ പ്രഗ്നന്റ് ആവുകയും ചെയ്തു. എന്നിട്ടോ മിറയെ ഇമ്മാനുവൽ സ്വീകരിച്ചില്ലേ? ഒന്ന് മറ്റൊന്ന് തേടി പോവുക എന്നത് സ്വാഭാവികമാണ് അബ്രഹാം. ഇമ്മാനുവൽ അല്ല നഥാൻ, അക്കു പറഞ്ഞു. ആരായാലും നിയമം പാലിച്ചേ പറ്റൂ അബ്രഹാം, കേറ പറഞ്ഞു. കേറ പറഞ്ഞതെന്തോ അക്കുവിന് ഇഷ്ടമായില്ല. അവൻ പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. കാതറിൻ ലക്കിക്കും ആൽവിനുമൊപ്പം ആഹാരം കഴിക്കുവാനിരുന്നു. ആൽവിൻ ഇടയ്ക്ക് കാതറിന് നേരെ നോക്കിയെങ്കിലും അവൾ അതൊന്നും അറിഞ്ഞില്ല. പെട്ടെന്ന് കാതറിൻ എഴുന്നേറ്റ് പോയി വാഷ് ബേസിനിൽ ഛർദ്ദിച്ചു. പിന്നാലെ ലക്കി അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ കാതറിൻ? അപ്പോഴേക്കും ജോബിന്റെ അമ്മച്ചി വന്നു. എന്താ കുഞ്ഞേ? ഛർദ്ദിക്കുവാ, ലക്കി പറഞ്ഞു. അതൊക്കെ കാണും കുഞ്ഞേ, ചില ആഹാരത്തിന്റെ മണം പിടിക്കില്ല, അതാ. ആഹാരത്തിന്റെ മണമോ? ആൽവിൻ ചോദിച്ചു. മോള് ചെന്ന് കിടന്നോ, കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. അമ്മച്ചി ഒരു ഗ്ലാസ് പാലെടുത്തുകൊണ്ട് വന്നു തരാം. കാതറിൻ മുഖം കഴുകി റൂമിലേക്ക് പോയി. ലക്കി ആഹാരം കഴിക്കുവാനായിരുന്നു. അവൾക്കെന്താ ഛർദി മാറിയില്ലേ? ആൽവിൻ ചോദിച്ചു. അത് പെട്ടെന്നൊന്നും മാറില്ല, ലക്കി പറഞ്ഞു. അതെന്താ? അവൾ പ്രഗ്നന്റ് ആണ്. വാട്ട്? ആൽവിൻ ഉറക്കെ ചോദിച്ചു. കാതറിൻ പ്രഗ്നന്റ് ആണെന്ന്. എങ്ങനെ? ആൽവിൻ പെട്ടെന്ന് ചോദിച്ചു. അതിപ്പോ നഥാനെ വിളിച്ച് ചോദിക്കുന്നേ. അല്ല പിന്നെ. അവൻ അറിഞ്ഞോ? ആൽവിൻ ചോദിച്ചു. പിന്നറിയിക്കാതെ. എന്താ സന്തോഷം അവന്റെ. ഇവർ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അയ്യോ, ആണും പെണ്ണും കല്യാണം കഴിക്കണമല്ലോ പ്രഗ്നന്റ് ആവാൻ. എന്തൊരു നിഷ്കുവാണ് നീ.
എന്തേലും എണീറ്റ് പോടാ, ലക്കി പറഞ്ഞു. ആൽവിന് മനസ്സിൽ ദേഷ്യവും പകയും വെറുപ്പും എല്ലാം നിറഞ്ഞു. എങ്ങനെയോ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൻ എഴുന്നേറ്റ് പോയി. ആൽവിൻ നേരെ പോയത് എലീനയുടെ അടുത്തേക്കായിരുന്നു. എലീന! പുതച്ചു മൂടിയിരുന്ന എലീനയെ ആൽവിൻ വിളിച്ചു. എലീന, കാതറിൻ എന്നോട് സംസാരിച്ചോ? എലീന ചോദിച്ചു. ഇവളെ ഞാൻ... അതല്ല, നിന്റെ പോയ കിളികളൊന്നും വന്നില്ലേ? എടി, കാതറിൻ പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആണെന്നോ? അതെ, അവൾ പ്രഗ്നന്റ് ആണ്. എലീന ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്റെ ആൽവിൻ, ഇപ്പൊ കിളികൾ പോയത് നിന്റെ അല്ലേ? എന്റെ കിളികൾ അങ്ങനെ ഒന്നും പോവില്ല എലീന. ആൽവിനെ നിനക്കറിയില്ല. എന്താ നിന്റെ ഉദ്ദേശം? എലീന ചോദിച്ചു. അതൊക്കെയുണ്ട് എലീന. ആ കുഞ്ഞ് ജനിക്കില്ല. ഞാനതിന് സമ്മതിക്കില്ല. തിരിച്ചെത്തിയ അക്കുവും കേറയും നഥാന്റെ ബാഗ് അവന് കൊടുത്തു. എങ്കിൽ അബ്രഹാം പോയിക്കോളൂ, കേറ പറഞ്ഞു. താനില്ലേ? ഇല്ല, മേലക്കിന്റെ കൂടെ ഞാൻ വേണം. എനിക്ക് നഥാനോടൊന്ന് സംസാരിക്കണം, അക്കു പറഞ്ഞു. അക്കുവും നഥാനും മാറി നിന്നു. നഥ, സൂക്ഷിക്കണം. ഒക്കെ നിന്റെ നന്മയ്ക്ക് തന്നെയാ. പക്ഷെ കാതറിനെ എപ്പോഴും നിനക്ക് ഓർമ്മ വേണം. ഇവർ പലതും പറയും. അറിയാ അക്കു, നഥാൻ ഒറ്റയ്ക്കല്ലെന്ന് തോന്നിയതെന്റെ കാതറിൻ വന്നത് മുതലാണ്. അവളെ മറന്നുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ ഇടയ്ക്ക് വരാം. വേണം. നഥാൻ അക്കുവിന് കൈ കൊടുത്തു. അക്കു പോയപ്പോൾ നഥാൻ കേറയുടെ അടുത്തേക്ക് ചെന്നു. മേലേക്ക് വരൂ, അവൾ പറഞ്ഞു. നിക്കോളയുടെ നിർദ്ദേശമനുസരിച്ച് ഒരാൾ വന്ന് നഥാന്റെ ബാഗ് എടുത്തു. ചർച്ചിൽ നിന്ന് കുറച്ച് വിട്ടുമാറി ഒരു വീടുണ്ടായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ കരിങ്കല്ല് കൊണ്ട് പണിത വീടാണെങ്കിലും ഉള്ളിൽ നല്ല സൗകര്യമുള്ള വീടായിരുന്നു അത്. അയാൾ ബാഗ് ഒരു റൂമിൽ വെച്ചു. മേലേക്കിന്റെ റൂം ഇതാണ്. കേറ വീട്ടിൽ പോകുന്നില്ലേ? നഥാൻ ചോദിച്ചു. ഇല്ല മേലേക്ക്, താങ്കളുടെ ഇവിടുത്തെ പഠനം കഴിയും വരെ ഞാൻ ഉണ്ടാകും താങ്കൾക്കൊപ്പം. കേറ അവനെ നോക്കി ചിരിച്ചു. അന്നേരമാണ് നഥാന്റെ ഫോൺ റിങ് ചെയ്തത്. ലക്കി! അവൻ കോൾ അറ്റൻഡ് ചെയ്തു. എടാ, കാതറിന് നിന്നെ കാണണമെന്ന്. ഞാൻ വീഡിയോ കോൾ ചെയ്യാം. നഥാൻ വീഡിയോ കോൾ ചെയ്തു. ലക്കി ഫോൺ കാതറിന് കൊടുത്ത് അവിടെ നിന്ന് പോയി. അവൾ എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നത് നോക്കി നഥാൻ നിന്നു. പിന്നിൽ അതെല്ലാം കണ്ട് കേറയും